ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഈ മുഖത്ത് ഫൈൻ ലൈൻസ് റിങ്കിൾസും ഒക്കെ ഇല്ലേ, ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നതിനെ പറ്റിയിട്ടാണ്. അതിനു മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എന്റെ പേര് ലക്ഷ്മി കൃഷ്ണൻ. ഞാൻ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പൊ ചാനലിൽ കയറി മറ്റുള്ള വീഡിയോസും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ഫൈൻ ലൈൻസ് റിങ്കിൾസ് വരുന്നതെന്ന് നോക്കാം. നമ്മുടെ സ്കിന്നിൽ ഫൈൻ ലൈൻസും റിങ്കിൾസും 7 കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് നമ്മുടെ ശരീരത്തിൽ കൊളാജിന്റെയും എലാസ്റ്റിന്റെയും അളവ് കുറയുന്നത്. ഇത് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മൾ ഏജ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ നോർമൽ ആയിട്ടുള്ള കൊളാജിനും എലാസ്റ്റിനും പ്രൊഡക്ഷൻ കുറയും. എന്തുകൊണ്ട് ഈ കൊളാജിനും എലാസ്റ്റിനും നമ്മുടെ സ്കിന്നിൽ ആവശ്യമായിട്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളിപ്പോ ചോദിക്കത്തില്ലേ, നമ്മളിപ്പോ സ്കിന്നിനെ പിടിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ സ്കിന്നിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് കൊളാജനാണ്. ഇത് നമ്മുടെ സ്കിന്നിന് ഫേം ആയിട്ടും അതുപോലെ തന്നെ പ്ലംബ് ആയിട്ടും ഒക്കെ വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ട് ബിൽഡ് ചെയ്ത് വെക്കുന്നത് കൊളാജനാണ്. ഈ സാധനത്തിന്റെ അളവ് കുറയുമ്പോൾ ബ്രിക്സ് ഇല്ലാണ്ടാവും ആ കുഴിയും പൊഴിയും അതുപോലെ തന്നെ ഫ്രിങ്കിൾസ് ഫൈൻ ലൈൻസും വരും. മാത്രമല്ല നമ്മുടെ സ്കിന്നിന് ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലേ, ഈ ഫ്ലെക്സിബിലിറ്റി തരുന്നതാണ് നമ്മുടെ എലാസ്റ്റിൻ. ഇതിന്റെ കണ്ടന്റും കുറയും. ആ പ്രോപ്പർ ആയിട്ട് സ്കിന്നിന് ഫംഗ്ഷൻ ചെയ്യേണ്ട 2 സാധനങ്ങളാണ് ഇലാസ്റ്റിനും കൊളാജനും ഫേമായിട്ട് പിടിച്ചു നിർത്തുന്നത്. അതുപോലെ തന്നെ അതിനെ ഓപ്പൺ പോസിന്റെ ഒക്കെ അപ്പിയറൻസ് കുറച്ച് നിർത്തുന്നതും സ്കിന്നിന്റെ സ്ട്രക്ചറിൽ നിർത്തുന്നത് എലാസ്റ്റിനും കൊളാജനുമാണ്. ഇതിന്റെ അളവ് കുറയുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിൽ ഫൈൻ ലൈൻസും റിങ്കിൾസും വരും. ഇത് ഏജ് കൂടുന്നതനുസരിച്ച് ഇതിന്റെ അളവും ഈ ഒരു ഇലാസ്റ്റിനും കൊളാജന്റെ അളവ് കുറയുമ്പോൾ ഈ ഒരു ഫൈൻ ലൈൻസും റിങ്കിൾസും വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഏജ് റിലേറ്റഡ് ആണ് എന്ന് പറഞ്ഞത്. രണ്ടാമത്തേന്ന് വെച്ചാൽ നമുക്ക് ഡിക്രീസ്ഡ് ഹൈഡ്രേഷൻ അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് സ്കിന്നിൽ വരുന്നത്. ഇത് ഏജ് റിലേറ്റഡ് ആയിട്ട് വരും. പിന്നെ അല്ലാതെ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടും വരും. ഏജ് റിലേറ്റഡ് ആയിട്ട് വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിന് നാച്ചുറൽ ആയിട്ട് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, ഈ ഓയിൽ പ്രൊഡക്ഷൻ കുറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ ഷ്രിങ്ക് ആവാനായിട്ട് തുടങ്ങും. സെബം പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. മാത്രമല്ല സ്കിൻ ഇനഫായിട്ട് വെള്ളം പിടിച്ചു നിർത്താനും പറ്റുന്നില്ല. അത് കാരണം നമ്മുടെ ഫേസിൽ ഫൈൻ ലൈൻസ് റിങ്കിൾസും വരും. നമ്മുടെ കയ്യിലിരിപ്പ് കാരണം വെച്ചാൽ നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ട് നാച്ചുറൽ ആയിട്ട് നമ്മുടെ സ്കിന്നിന് പിടിച്ചു നിർത്താൻ കഴിവുള്ള വെള്ളം നമ്മുടെ സ്കിൻ പിടിച്ചു നിർത്താതാവുന്ന കാരണം നമുക്ക് ഫൈൻ ലൈൻസ് റിങ്കിൾസും വരും. അതായത് ഡീഹൈഡ്രേറ്റഡ് ആവുമ്പോൾ സ്കിന്നിൽ ഫൈൻ ലൈൻസ് റിങ്കിൾസും വരത്തില്ലേ, അത് അങ്ങനെയാണ് അതിന്റെ റീസൺ. ഇത് കൂടാതെ തന്നെ നമ്മൾ വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നം നമുക്ക് വരും. അടുത്ത മൂന്നാമത്താണ് സൺ റിലേറ്റഡ്, അതായത് UV എക്സ്പോഷർ. നേരത്തെ നമ്മളിപ്പോ പണ്ടൊക്കെ എല്ലാവരും പറയത്തില്ല, ഇപ്പൊ പണ്ടെന്നല്ല ഈ ഒരു 2 മാസം മുന്നേ എന്നോട് ചോദിക്കാൻ എന്തുകൊണ്ട് സൺസ്ക്രീൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ നമ്മുടെ UV ഇൻഡെക്സ് ചേഞ്ച് ആയി. നമ്മുടെ നാട്ടിൽ പണ്ട് 5 ബിലോ ആയിരുന്നു, അപ്പൊ നമുക്ക് സൺസ്ക്രീൻ വേണ്ട. ഇപ്പൊ 10 ഒക്കെയാണ് നമ്മുടെ UV ഇൻഡെക്സ്. 10ഉം 12ഉം 14ഉം ഒക്കെയാണ്. അപ്പൊ ഡെഫിനറ്റ്ലി സൺ പ്രൊട്ടക്ഷൻ വേണം. അപ്പൊ നമ്മൾ എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിന് 2 റീസൺ ഉണ്ട്. ഒന്ന് സൺബേണും അതുപോലെ തന്നെ ടാനിങ്ങും. സൺബേണും ടാനിങ്ങും കൂടാതെ നമ്മുടെ ഈ സൺലൈറ്റിൽ നിന്ന് ഫ്രീ റാഡിക്കൽസ് വരും. ഈ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യുകയും നമ്മുടെ സ്കിന്നെ ബ്രേക്ക് ഡൗൺ ആക്കുകയും ചെയ്യും. ഇത് കാരണം നമ്മുടെ സ്കിന്നിൽ ഫൈൻ ലൈൻസും റിങ്കിൾസും വരാനുള്ള ചാൻസ് കൂടുതലാണ്. 3 റീസൺ ആയാലും. നാലാമത്തതാണ് ഗ്രാവിറ്റേഷണൽ പുള്ള്. അതായത് നമ്മുടെ നമുക്ക് ബോഡി താഴോട്ട് വലിക്കുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഗ്രാവിറ്റി എന്ന് പറയുന്നത്. പക്ഷെ നാച്ചുറൽ ആയിട്ട് തന്നെ നമ്മുടെ സ്കിൻ താഴോട്ട് ഗ്രാവിറ്റി വലിക്കുന്നത് കൂടും ഏജ് റിലേറ്റഡ് ആയിട്ട് വരുമ്പോഴൊക്കെ. അപ്പൊ അത് കാരണം നമ്മുടെ ഫേസിൽ ഫൈൻ ലൈൻസ് റിങ്കിൾസും വരും. ഇത് ചെറിയ ഫിസിക്സ് മെത്തേഡാണ്. അപ്പൊ നിങ്ങൾ ഈശ്വര ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട്, അത് പക്ഷെ വളരെ വലിയ ഫാക്ടർ ആയിട്ടില്ലെങ്കിൽ ചെറിയ രീതിയിൽ ഗ്രാവിറ്റേഷണൽ പുള്ളും നമ്മളെ അഫക്ട് ചെയ്യും. അഞ്ചാമത്തത് എന്നെ പോലെ എനിക്കും ഒക്കെ കിട്ടിയെന്ന് പറയാണ്. കാരണം എന്നെ നോക്കുകയാണെങ്കിൽ എന്റെ കണ്ണിന്റെ ഈ 2 ഭാഗത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഫൈൻ ലൈൻസ് റിങ്കിൾസും കാണാം. ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ സ്മൈൽ ചെയ്യുന്നത്, ഞാൻ ഓവറായിട്ടല്ല, ഞാൻ സ്മൈൽ ചെയ്യുമ്പോൾ ഫേസിൽ ഒരുപാട് എഗ്ഗ് കൊടുക്കുന്നു. ചില പണ്ടൊക്കെ ഇപ്പൊ കുറച്ചൊക്കെ ഞാൻ മാറ്റി തുടങ്ങി. ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കും. അപ്പൊ എന്റെ ഈ ഏരിയ ഇങ്ങനെ ചുരുങ്ങാൻ തുടങ്ങും. അപ്പൊ അത് കാരണം നമുക്ക് ആ ഒരു ഭാഗത്ത് റിങ്കിൾസ് വരും. അത് ഓവർനൈറ്റ് വരുന്നല്ല, കുറെ കാലം കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് വരുന്നൊരു ഇതാണ്. രണ്ടാമത്തേന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രോൺ ഇങ്ങനെ ദേഷ്യപ്പെടും, ഇങ്ങനെ ചുളിക്കത്തില്ല. ഇതൊക്കെ കാരണം നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാരണം നമ്മുടെ ഫേസിൽ ഫൈൻ ലൈൻസ് റിങ്കിൾസും വരും എന്നുള്ളതാണ്. അടുത്ത റീസൺ എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണം, അതായത് നമ്മൾ സ്മോക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിൽ ഇനഫ് ബ്ലഡ് സർക്കുലേഷൻ കിട്ടത്തില്ല. അത് കാരണം ഓക്സിജൻ ഇനഫ് ന്യൂട്രീഷനും കിട്ടാത്ത കാരണം വരും. പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങാതെ സ്ലീപ്പിംഗ് പ്രോബ്ലംസ് കാരണം, അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് കാരണം നമുക്ക് ഫൈൻ ലൈൻസ് റിങ്കിൾസും വരും. അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിച്ചില്ലെങ്കിലും നമുക്ക് ആന്റിബോഡീസ് അടങ്ങിയ ഫുഡ്സും നമ്മൾ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ ലൈൻസ് റിങ്കിൾസും വരും. ഇനി നമ്മുടെ സ്കിൻ കെയർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ ഫൈൻ ലൈൻസ് റിങ്കിൾസിന്റെ അപ്പിയറൻസ് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ വരാതിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുമെന്ന് നോക്കാം. അപ്പൊ നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കുറച്ച് ഐറ്റംസ് ഉണ്ട്. പെപ്റ്റൈഡ്സ്, വിറ്റാമിൻ സി, സൺസ്ക്രീൻസ്, ഹൈലറോണിക് ആസിഡ്, റെറ്റിനോയിഡ്സും അതുപോലെ തന്നെ നയാസിനമൈഡ്, പിന്നെ എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് ആയിട്ടുള്ള നമ്മുടെ ഗ്ലൈക്കോളിക് ആസിഡ്, അതല്ലെങ്കിൽ നമ്മുടെ ലാക്റ്റിക് ആസിഡ്, അങ്ങനത്തെ സാധനങ്ങൾ.
അപ്പൊ ഈ ഒരു 7 സാധനങ്ങൾ പ്രോപ്പറായിട്ട് നമ്മുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യം ഇതൊക്കെ ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എങ്ങനെയാണ് സൺസ്ക്രീൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. കാരണം സൺസ്ക്രീൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് സൺസ്ക്രീനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സൺസ്ക്രീൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൺ ഡാമേജ് കാരണം നമ്മുടെ ഫേസിൽ ഫൈൻ ലൈൻസ് റിംഗിൾസും വരുന്നത് വളരെ കൂടുതലാണ്. പണ്ട് ഞാൻ എനിക്കൊന്ന് ഷോർട്സ് തന്നെ ഞാനൊരു ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഫേസിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻഡയറക്ട്ലി അതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാവാതിരിക്കുന്ന ചേഞ്ച്. അപ്പൊ അത് ഞാൻ അന്ന് കാണിച്ചപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇത്രയും വരാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ നാട്ടിൽ ഇത്രയും സൺ എക്സ്പോഷർ ഇല്ലല്ലോ. പണ്ടായിരുന്നെങ്കിൽ അതൊരു പരിധി വരെ ശരിയായിരുന്നു. പക്ഷെ ഈ ഒരു പോക്ക് പോവാണെങ്കിൽ നമ്മുടെ നാട്ടിലും സെയിം എഫക്ട് വരും. അപ്പൊ ഞാൻ ഒക്കുവാണെങ്കിൽ ഞാൻ ആ ഫോട്ടോ സൈഡിൽ വെക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇത്രയും ഇന്റൻസ് ആയിട്ട് നമുക്ക് വന്നില്ലെങ്കിലും ഒരു പരിധി വരെ നമുക്ക് ഇത് വരാനുള്ള ചാൻസ് കൂടുതലല്ല. കാരണം നമ്മുടെ ക്ലൈമറ്റും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഡെഫിനറ്റ്ലി സൺസ്ക്രീൻ ഇമ്പോർട്ടന്റ് ആണ്. സ്കിൻ ടൈപ്പ് അനുസരിച്ച് നമ്മൾ എങ്ങനെ സൺസ്ക്രീൻ സെലക്ട് ചെയ്യണമെന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്കിൻ ടൈപ്പിനും അനുസരിച്ചുള്ള എല്ലാം പറയുന്നില്ല. എന്നാലും എനിക്ക് നമുക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സൺസ്ക്രീൻസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഓയിലി സ്കിന്ന്, കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ ആണ് നമ്മുടെ വിഷ് കെയറിന്റെ സൺസ്ക്രീൻ. ഇതാണ് ഞാൻ പറഞ്ഞ വിഷ് കെയറിന്റെ സൺസ്ക്രീൻ. പിന്നെ നിങ്ങൾക്ക് അതല്ല, നിങ്ങൾക്ക് ഒരു നോർമൽ കോമ്പിനേഷൻ സ്കിന്നൊക്കെയാണ്, ഓയിലി കോമ്പിനേഷൻ ആക്നെ പ്രോൺ ഒക്കെയാണ്, നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. അതല്ല നിങ്ങളത് നോർമൽ കോമ്പിനേഷൻ ഒക്കെയാണ്, അധികം ഡ്രൈനെസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന സൺസ്ക്രീൻ ആണ് ഡീകൺസ്ട്രക്റ്റിന്റെ ഇൻവിസിബിൾ സൺസ്ക്രീൻ. അതുപോലെ തന്നെ കോസറെക്സിന്റെ സൺസ്ക്രീൻ. ഇത് ഓയിലി സ്കിൻകാർക്കൊക്കെ ഓക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ ആണ്. നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഫോക്സ്റ്റൈന്റെ ഗ്ലോയി സൺസ്ക്രീൻ, നല്ലൊരു ഓപ്ഷൻ ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ പ്ലമ്മിന്റെ റൈസ് സൺസ്ക്രീൻ ഉണ്ട്, റൈസ് നിയാസിനമൈഡ് സൺസ്ക്രീൻ ഉണ്ട്, അതും നല്ലൊരു ഓപ്ഷൻ ആണ്. അതല്ല നിങ്ങൾക്ക് ഒരു മാറ്റ് ഫിനിഷ് സൺസ്ക്രീൻ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ റിപ്പലിന്റെ മാറ്റ് ഫിനിഷ് സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷൻ. ആക്നെ UV മാറ്റ് ഫിനിഷ് സൺസ്ക്രീനും നല്ലൊരു ഓപ്ഷൻ ആണ്. പിന്നെ ടിൻറ്റഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ ടിൻറ്റഡ് സൺസ്ക്രീൻസ് നല്ലൊരു ഓപ്ഷൻ ആണ്. ബയോഡെർമയുടെ ടിൻറ്റഡ് സൺസ്ക്രീൻസും നല്ലൊരു ഓപ്ഷൻ ആണ്. പ്ലമ്മിന്റെ ടിൻറ്റഡ് സൺസ്ക്രീൻ നല്ലതാണ്, പക്ഷെ കുറച്ചധികം അത് നല്ലതാണ്, പക്ഷെ കുറച്ച് ലിക്വിഡി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് ഞാൻ അത് കുറച്ച് ഓയിലി സ്കിൻകാർക്കായിരിക്കും കുറച്ചുകൂടി പ്രിഫറബിൾ ആയിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ റിക്വലിന്റെ ടിൻറ്റഡ് സൺസ്ക്രീൻ, അതുപോലെ തന്നെ നമ്മുടെ ഡെർമോക്കോയുടെ ടിൻറ്റഡ് സൺസ്ക്രീൻസും നല്ലൊരു ഓപ്ഷൻ ആണ്. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ട റൂൾസ് ഒരിക്കലും മറക്കരുത്. 2 ഫിംഗർ റൂൾസിൽ ഫേസിൽ എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡിയിൽ സൺസ്ക്രീൻ മിസ് ചെയ്യാൻ മറക്കണ്ട. ഫേസ് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബോഡി. അതുപോലെ തന്നെ നിങ്ങൾ 2 മണിക്കൂറുകളോട് പുറത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ റീഅപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടി ഒന്നുകിൽ നിങ്ങൾക്ക് സ്പെയർ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. സ്റ്റിക്ക് സൺസ്ക്രീൻ ഞാൻ അധികം പ്രിഫർ ചെയ്തില്ല, എന്നാലും നമുക്കൊരു റീഅപ്ലിക്കേഷൻ ഈസി ആക്കാനായിട്ട് സ്റ്റിക്ക് സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷൻ ആണ്. ഇത്രയും കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചിട്ടാണ് സൺസ്ക്രീൻ അപ്ലൈ. ഫൈൻ ലൈൻസ് റിംഗിൾസും ഫ്യൂച്ചറിൽ വരണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ യൂസ് ചെയ്യേണ്ട സാധനമാണ് സൺസ്ക്രീൻ. അടുത്തതാണ് രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ്, വിറ്റാമിൻ സി. ഇത് നമുക്ക് ഫൈൻ ലൈൻസ് റിംഗിൾസും പ്രിവെന്റ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനം. കാരണം വിറ്റാമിൻ സി വൺ ഓഫ് ദി ബെസ്റ്റ് ആന്റി ഓക്സിഡന്റ് ആണ്. ഈ ആന്റി ഓക്സിഡന്റ് നമ്മുടെ സ്കിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഫ്രീ റാഡിക്കൽസിൽ നിന്ന് നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇത് ആന്റി ഓക്സിഡന്റ് ആണ് എന്നുള്ളതിനോടൊപ്പം തന്നെ സൺ സെൻസിറ്റീവും കൂടെയാണ്. അപ്പൊ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി പോകും. അതുകൊണ്ട് വിറ്റാമിൻ സി യൂസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഒരു 10% to 15% ഇടയിലുള്ള സൺസ്ക്രീൻ ആണ്, വിറ്റാമിൻ സി ആണ് നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ 10% യൂസ് ചെയ്യാൻ പേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലെയറിന്റെ വിറ്റാമിൻ സി നല്ലൊരു ഓപ്ഷൻ, ഇല്ലെങ്കിൽ ഡെർമോക്കോയുടെ 5% സൺസ്ക്രീൻ വിറ്റാമിൻ സി നല്ല ഓപ്ഷൻ ആണ്. അതല്ല നിങ്ങൾക്ക് 10%, ഞാൻ പറയും 10% യൂസ് ചെയ്തൊന്നും നിങ്ങൾക്ക് പ്രശ്നമൊന്നും വരാൻ പോകില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വിറ്റാമിൻ സി ഏതൊക്കെയാന്ന് വെച്ചാൽ വിഷ് കെയറിന്റെ വിറ്റാമിൻ സി നല്ലൊരു ഓപ്ഷൻ ആണ്. മിനിമലിസ്റ്റിന്റെ വിറ്റാമിൻ സി നല്ലൊരു ഓപ്ഷൻ ആണ്. അതുപോലെ തന്നെ ഫോക്സ്റ്റൈലിന്റെ വിറ്റാമിൻ സി ഈവൻറ്റോ അവർ 15% ആണെങ്കിലും അത് എൻകാപ്സുലേറ്റഡ് ഫോർമുലേഷൻ ആയതുകൊണ്ട് സെൻസിറ്റീവ് സ്കിൻ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വിറ്റാമിൻ സി ആണ്. അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എൻ്റെ അടുത്ത് വെച്ചാൽ ഏതൊന്ന് വിറ്റാമിൻ സി നല്ലതെന്ന് വെച്ചാൽ പ്ലമ്മിന്റെ ഞാൻ അധികം ഇതാക്കുന്ന വിറ്റാമിൻ സി അല്ല, പക്ഷേ ഡെർമക്കോയുടെ 10% വിറ്റാമിൻ സി നല്ല ഓപ്ഷൻ. ഇതിൽ ഏതെങ്കിലും ഒരു വിറ്റാമിൻ സി അല്ലെങ്കിൽ നിങ്ങൾ കറന്റ് യൂസ് ചെയ്യുന്ന വിറ്റാമിൻ സി സിറമോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ സ്കിൻ കെയറിൽ ആഡ് ചെയ്താൽ മതി. ഒരു 18 എബോവ് ഒക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് വിറ്റാമിൻ സി സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാം. ഒരു
10% to 15% അണ്ടറിൽ തന്നെ അത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇത് മാത്രമല്ല അതിന്റെ കൂടെ നിങ്ങളുടെ സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ആക്റ്റീവ് ആക്നെ, അതായത് മുഖത്ത് പ്രസന്റ്ലി ഒരുപാട് മോക്കുരു ഉണ്ടെങ്കിൽ ഫസ്റ്റ് അത് മാറ്റിയിട്ട് വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ ഇതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് വിറ്റാമിൻ സിയും സൺസ്ക്രീനും കൂടെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് ഫൈൻ ലൈൻസും റിങ്കിൾസും വരുന്നത് മാറ്റാനായിട്ട് പറ്റും. മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് റെറ്റിനോയിഡ്സും അല്ലെങ്കിൽ റെറ്റിനാൾ അങ്ങനത്തെ സാധനങ്ങൾ. ഇത് ഒരു ആന്റി ഏജിങ് പ്രോപ്പർട്ടിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 24 ഏജിന് എബോ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ആ സമയം തൊട്ടേ നമ്മുടെ സെല്ലിന്റെ ടേൺ ഓവർ റേറ്റിന് ഈ റെറ്റിനോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുള്ളൂ. കാരണം 23-24 ഒക്കെ ആകുമ്പോഴത്തേക്ക് വരെ നമ്മുടെ സെല്ലിന്റെ ടേൺ ഓവർ റേറ്റ് പ്രോപ്പർ ആയിട്ട് നിൽക്കും. ഒരു 24 കഴിഞ്ഞു തുടങ്ങുമ്പോൾ, അതായത് ഒരു 25 ആവുമ്പോഴത്തേക്കാണ് നമ്മുടെ സെല്ലിന്റെ ടേൺ ഓവർ റേറ്റ് കുറയുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ഫേസിൽ ഫൈൻ ലൈൻസ് റിങ്കിൾസ് വന്നു തുടങ്ങി നിങ്ങളൊരു 20s അതായത് 24-25 ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫൈൻ ലൈൻസ് റിങ്കിൾസ് വന്നില്ല എന്നുണ്ടെങ്കിൽ റെറ്റിനോൾ സ്റ്റാർട്ട് ചെയ്യേണ്ട, നിങ്ങൾ വിറ്റാമിൻ സി കണ്ടിന്യൂ ചെയ്താൽ മതി. ചെറിയ എവിടെയെങ്കിലും ഒക്കെ ഫൈൻ ലൈൻസ് റിങ്കിൾസ് കണ്ടു തുടങ്ങിയെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കണ്ട, സ്റ്റാർട്ട് ചെയ്തോ. അപ്പൊ നിങ്ങൾക്ക് റെറ്റിനോൾ സ്റ്റാർട്ട് ചെയ്യാം. റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, വീക്ക്ലി 3 times മാത്രം നമുക്ക് റെറ്റിനോൾ സ്കിൻ കെയറിൽ ആഡ് ചെയ്താൽ മതി. ഏറ്റവും ബെസ്റ്റ് ടൈം റെറ്റിനോൾ ചൂസ് ചെയ്യേണ്ടത് നൈറ്റിലാണ്. മാത്രമല്ല നിങ്ങൾ ആന്റി ഏജിങ് ഓൾറെഡി വിറ്റാമിൻ സി സിറം നിങ്ങളുടെ സ്കിൻ കെയറിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വിറ്റാമിൻ സി മോർണിംഗിൽ യൂസ് ചെയ്തിട്ട് നൈറ്റിൽ റെറ്റിനോൾ യൂസ് ചെയ്യുക 3 times. ബാക്കിയുള്ള 4 days നിങ്ങൾക്ക് നിങ്ങളുടെ വിറ്റാമിൻ സി കണ്ടിന്യൂ ചെയ്യാം, ഇഷ്യൂസ് ഒന്നുമില്ല. ഇനി ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് റെറ്റിനോൾസ് ഏതൊക്കെയാണ് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും. നമ്മുടെ റിക്വലിന്റെ റെറ്റിനോൾ ക്രീമും അതുപോലെ തന്നെ നമ്മുടെ ഒലയുടെ റെറ്റിനോൾ മോയിസ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ ഡോക്ടർ വിയും ഡെർമോകോയുടെയും റെറ്റിനോൾ ക്രീം നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ ഫോർമുല റെക്സിന്റെ റെറ്റിനോൾ ക്രീം നല്ലൊരു ഓപ്ഷൻ, ഫോക്സ്റ്റൈലിന്റെ റെറ്റിനോളും നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മൾ അടുത്ത പറയാൻ പോകുന്ന ഇൻഗ്രീഡിയന്റ് പിന്നെ ഈ റെറ്റിനോളും കൂടെ ചേർത്തിട്ട് ഒരു ഡീകൺസ്ട്രക്ട് റെറ്റിനോൾ ഉണ്ട്. ഇതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെറ്റിനോളാണ്. അപ്പൊ ഇത്രയും സാധനങ്ങൾ, ഈ റെറ്റിനോൾ എന്ന് പറയുന്ന സാധനം ഭയങ്കര സെൻസിറ്റീവ് ആണ്. അപ്പൊ മിഡ് ഏജിൽ മാത്രം യൂസ് ചെയ്യാം, നൈറ്റിൽ യൂസ് ചെയ്യാം. പിന്നെ റെറ്റിനോൾ നമ്മുടെ സ്കിന്നിന്റെ സെല്ലിനെ റീജുവനേറ്റ് ചെയ്യും, അതായത് കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, പുതിയ പുതിയ സ്കിൻ സെൽസ് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല മൈൽഡായിട്ട് നമ്മുടെ സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് നൈറ്റിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എക്സ്ഫോളിയേഷൻ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് മോർണിംഗിൽ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാനും ശ്രദ്ധിക്കുക. അതുകൂടാതെ തന്നെ വീക്കിലി 3 തവണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂസ് ചെയ്യുക. വിറ്റാമിൻസിന്റെ പ്രസൻസിൽ യൂസ് ചെയ്യരുത്. പിന്നെ നിങ്ങൾ ഓയിലി സ്കിന്നാണ്, നിങ്ങൾ സാലിസിലിക് ആസിഡ് സിറമോ, നിങ്ങൾ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് എക്സ്ഫോളിയേഷന് വേണ്ടി ഗ്ലൈക്കോളിക് ആസിഡ് സിറമോ ടോണറോ അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് സിറമോ ടോണറോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അന്ന് സെയിം ഡേയിൽ സെയിം ടൈമിൽ റെറ്റിനോൾ യൂസ് ചെയ്യാത്തതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. അടുത്ത 4ാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് പെപ്റ്റൈഡ്സ്. പെപ്റ്റൈഡ്സ് എങ്ങനെ ഇമ്പോർട്ടന്റ് ആവുന്നതെന്ന് വെച്ചാൽ, പെപ്റ്റൈഡ്സ് കൊളാജിന്റെ അടുത്ത ചെറിയ ചെറിയ സാധനങ്ങളാണ്. പെപ്റ്റൈഡ്സ് കൂടി നമുക്ക് കൊളാജൻ ഉണ്ടാവുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ പെപ്റ്റൈഡ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഫേസിൽ ഫൈൻ ലൈൻസ് റിങ്കിൾസും വരുന്നത് പ്രിവെന്റ് ചെയ്യാനായിട്ടും സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നെ മാത്രമല്ല പെപ്റ്റൈഡ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് ഏജ് ഇല്ല. നിങ്ങൾക്ക് 20s തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പെപ്റ്റൈഡ്സ്, ഇഷ്യൂസ് ഒന്നും ഇല്ലാണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാൻ പേടിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം പെപ്റ്റൈഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ കുറച്ച് നല്ല പെപ്റ്റൈഡ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഹൈഫന്റെ പെപ്റ്റൈഡ് കോക്ടെയിൽ നല്ലൊരു ഓപ്ഷനാണ്. കോൺഷ്യസ് കെമിസ്റ്റിന്റെ മൾട്ടി പെപ്റ്റൈഡ്സ് നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ മിനിമലിസ്റ്റിന്റെ മൾട്ടി പെപ്റ്റൈഡ് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഓർഡിനറിയിൽ രണ്ടെണ്ണം ഉണ്ട്. കോപ്പർ പെപ്റ്റൈഡ് നല്ലൊരു ഓപ്ഷൻ, അവർ ആർജിനിനും നല്ലൊരു ഓപ്ഷൻ. ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന ആർജിനിനാണ്. ഞാൻ 2 നേരം യൂസ് ചെയ്യാറുണ്ട്. നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം ആ ഇൻഗ്രീഡിയന്റ് ഫൈൻ ലൈൻസ് റിങ്കിൾസും ഡയറക്റ്റ് കുറയ്ക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ യൂസ് ചെയ്യുന്ന മെയിൻ പെപ്റ്റൈഡുകളാണ്. ഒന്ന് ഓർഡിനറിയുടെ ആർജിനും അതുപോലെ തന്നെ മിനിമലിസ്റ്റിന്റെ മൾട്ടി പെപ്റ്റൈഡ്. ഇത് രണ്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. 5ാമത്താണ് ഹൈലറോണിക് ആസിഡ്. ഹൈലറോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിന്റെ ഹൈഡ്രേഷൻ കീപ്പപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ സ്കിന്നിന് പ്ലം ആക്കി നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. പ്ലംനെസ് വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിൽ വിസിബിൾ ആയിട്ടുള്ള ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ നമുക്ക് നന്നായിട്ട് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്കിന്നിൽ ഹൈഡ്രേഷൻ കീപ്പപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഏറ്റവും നല്ലത് സെറത്തിന്റെ ഫോമിലാണ്, പക്ഷെ നമുക്ക് മോയിസ്ചറൈസറുകളിലും ഹൈലറോണിക് ആസിഡ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ ഒരുപാട് സിറംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഒരു സിറംസ് ഒക്കെ ഡേ മോർണിംഗിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈലറോണിക് ആസിഡ് നിങ്ങളുടെ സിറത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എങ്ങനെ ഹൈലറോണിക് ആസിഡ് സ്കിൻ കെയറിൽ ആഡ് ചെയ്യാന്ന് വെച്ചാൽ, ഫസ്റ്റ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. ഒന്നുകിൽ ആ വെള്ളത്തിന്റെ നനവ് കുറച്ച് നിർത്തിയിട്ട് ഹൈലറോണിക് ആസിഡ് അപ്ലൈ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഹൈഡ്രേറ്റിംഗ് ടോണറോ എസൻസ് ആംപ്യൂളോ അപ്ലൈ ചെയ്തിട്ട് അതിന്റെ മുകളിൽ നിങ്ങൾക്ക് ഹൈലറോണിക് ആസിഡ് സിറം അപ്ലൈ ചെയ്യാം.
ഇനി ഏതൊക്കെയാണ് ഹൈലൂറോണിക് ആസിഡ് സിറം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളത് ലോറിയൽ പാരിസ്, അതുപോലെ മിനിമലിസ്റ്റ്, ഓർഡിനറി, അതുപോലെ തന്നെ ഫോക്സ്റ്റെയിൽ ഒക്കെ നല്ല ഹൈലൂറോണിക് ആസിഡ് തരുന്നതാണ്. പക്ഷെ ഹൈലൂറോണിക് ആസിഡ് അങ്ങനെ ഇനഫ് ആയിട്ടുള്ള അധിക ബഡ്ജറ്റ്, ഒരുപാട് ബഡ്ജറ്റിൽ ഹൈലൂറോണിക് ആസിഡ് ഒന്നും വേണ്ട. ഒരു മിനിമൽ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏത് ഹൈലൂറോണിക് ആസിഡ് എടുത്താലും സെയിം എഫക്റ്റ് തന്നെ കിട്ടും. അല്ലാണ്ട് മറ്റുള്ള ഇൻഗ്രീഡിയന്റ് വെച്ച് നോക്കുമ്പോൾ ഹൈലൂറോണിക് ആസിഡ് ഏറ്റവും ചീപ്പസ്റ്റ് സ്കിൻ കെയർ ഇൻഗ്രീഡിയന്റ് ആണ്. സോ അപ്പൊ നിങ്ങൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹൈലൂറോണിക് ആസിഡ് വാങ്ങിക്കണമെന്നില്ല, ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഹൈലൂറോണിക് ആസിഡ് അത്യാവശ്യം നല്ല ഒതന്റിക് ബ്രാൻഡിൽ നിന്ന് വാങ്ങിക്കണം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, ഡാം സ്കിന്നിൽ വേണം ഹൈലൂറോണിക് ആസിഡ് അപ്ലൈ ചെയ്യാൻ. അടുത്തതാണ് നയാസിനമൈഡ്. എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു 30-40 വയസ്സിൽ നിങ്ങൾക്ക് നയാസിനമൈഡ് യൂസ് ചെയ്താൽ ഫലമൊന്നുമില്ല. പക്ഷെ അതിന് മുന്നേ നിങ്ങൾക്ക് ആ ഒരു സ്കിന്നിൽ ഫേംനെസ്സും കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട്, ഓപ്പൺ പോഴ്സിന്റെ അപ്പിയറൻസ് കുറയ്ക്കാനായിട്ട് നയാസിനമൈഡ് സിറം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ആന്റി ഏജിങ്, ഇപ്പൊ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനൊക്കെ നയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ആന്റി ഏജിങ് നമുക്ക് നയാസിനമൈഡ് സിറം അപ്ലൈ ചെയ്യാം. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 5% സ്റ്റാർട്ട് ചെയ്യുന്നതിന് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് നല്ലത്. പക്ഷെ 5% ചില സമയങ്ങളിൽ നിങ്ങൾ ഡിസൈർ ചെയ്യുന്ന റിസൾട്ട് കിട്ടാൻ പോകില്ല. പക്ഷെ നമ്മൾ അപ്പോഴും നമ്മുടെ സ്കിന്നിന് പ്രിപ്പയർ ചെയ്യാണ് അല്ലെങ്കിൽ പ്രെപ്പ് ചെയ്യാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് നയാസിനമൈഡ് സിറം യൂസ് ചെയ്യും. ജസ്റ്റ് ഒരു സ്മോൾ ബോട്ടിൽ വാങ്ങിക്കാം, അത് മൊത്തം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് 10%ലോട്ട് പോകാം. 5% റെക്കമെൻഡേഷൻസ് ഏതൊക്കെയാന്ന് വെച്ചിട്ട് ഡെർമക്കോയില്, സുഗന്ധയില്, മിനിമലിസ്റ്റില്, പ്ലമ്മില്, പിന്നെ ഏതായിരുന്നു ഡീകൺസ്ട്രക്റ്റിൽ. അതിനകത്ത് ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഒരു 5% നയാസിനമൈഡ് സിറം വാങ്ങിച്ച് യൂസ് ചെയ്താൽ മതി. 10%ലോട്ട് പോകുമ്പോൾ ഒരുപാട് ബ്രാൻഡ് ഉണ്ട്. മിനിമലിസ്റ്റ് ഉണ്ട്, ഡെർമക്കോയിൽ ഉണ്ട്, പിന്നെ ഇതിനകത്ത് ഫോക്സ്റ്റെയിൽ 12%. ഫോക്സ്റ്റെയിലോട്ട് പോകണ്ട. 12% ഫൈൻ ആണ്, പക്ഷേ 10 ഒക്കെ യൂസ് ചെയ്ത് സ്കിന്നിന് പ്രിപ്പയർ ആയിട്ട് 12ലോട്ട് പോയാൽ മതി കേട്ടോ. ഫോക്സ്റ്റെയിൽ 12% നമുക്ക് വേണമെങ്കിൽ പറയാം. സുഗന്ധയിലുണ്ട്, പ്ലമ്മിലുണ്ട്, ഡോക്ടർ ഷെയ്റ്റിലുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡിന് 10% നയാസിനമൈഡ് സിറം യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഇത് കിട്ടും. പക്ഷെ ഈ ഞാൻ അത്യാവശ്യം പറഞ്ഞേക്കുന്നതൊക്കെ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ്. ഓർഡിനറിയുടെ നയാസിനമൈഡും 10% നല്ലതാണ്. പക്ഷെ സ്കിൻ ഇറിറ്റേഷൻസ് വരുന്നതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു 5% സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എപ്പോഴും പറയുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമുക്ക് എക്സ്ഫോളിയേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് നമ്മളുടെ ഏജ് ആകുമ്പോഴത്തേക്കും ആന്റി ഏജിങ്ങിനൊക്കെ എക്സ്ഫോളിയേഷൻ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ ഈ സ്കിൻ കെയർ ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് പ്രോപ്പറായിട്ട് സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യണമെങ്കിലും എക്സ്ഫോളിയേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് എക്സ്ഫോളിയേഷൻ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം? നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡ് വെച്ചിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാം, ലാക്ടിക് ആസിഡ് വെച്ചിട്ട് സ്കിൻ കെയർ എക്സ്ഫോളിയേറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് AHA/PHA പീലിംഗ് സൊല്യൂഷൻ യൂസ് ചെയ്യും. ബിഗിനർ ആണെങ്കിൽ ഞാൻ പറയും ഗ്ലൈക്കോളിക് ആസിഡിൽ തുടങ്ങുക. വീക്കിലി 2 പ്രാവശ്യം നൈറ്റ്ലി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. മിനിമലിസ്റ്റിന്റെ ഗ്ലൈക്കോളിക് ആസിഡ് സിറം, അതല്ലെങ്കിൽ നമ്മളെ ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡ് സിറം, കെമിസ്ട്രിയുടെ ഗ്ലൈക്കോളിക് ആസിഡ് സിറം ഒക്കെ നല്ല ഓപ്ഷൻസ് ആണ്. അല്ലെങ്കിൽ ലാക്ടിക് ആസിഡിലോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ ഷെയ്ത്തിന്റെ ലാക്ടിക് ആസിഡ് പീൽസുകൾ വാങ്ങിക്കാനായിട്ട് കിട്ടും, അത് യൂസ് ചെയ്യാം. ഫോക്സ്റ്റെയിലിന്റെ AHA/BHA സെറംസ് കിട്ടും, ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കാനായിട്ടുള്ളത്. ഇങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും ഒരു എക്സ്ഫോളിയേറ്റിംഗ് സിറംസോ ടോണോസോ ഫേസിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് മസ്റ്റായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക. നെക്സ്റ്റ് മോർണിംഗ് മസ്റ്റായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനും മറക്കണ്ട. അതുപോലെ നിങ്ങൾക്ക് കെമിക്കൽ പീൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെർമക്കോഡ് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കെമിക്കൽ പീൽ സ്റ്റാർട്ട് ചെയ്യാം, ഇഷ്യൂ ഇല്ല. പക്ഷെ ഞാൻ 30%, 25% നിങ്ങൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുക. ഒരു 25 ഏജ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ 23 സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, 20s സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മന്ത്ലി 1 ടൈം ഒക്കെ യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ 2 ആഴ്ചയിലൊന്ന്. ഞാൻ പേഴ്സണലി പറഞ്ഞാൽ ഞാൻ 25 എബോ ഉള്ള ആളാണ്. ഞാൻ പോലും 2 ആഴ്ചയിൽ ഒരിക്കലും മാത്രമേ എക്സ്ഫോളിയേറ്റിംഗ് ഇത് യൂസ് ചെയ്യാറുള്ളൂ, സിറമായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്നത് ഓർഡിനറിയുടെ പീലാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ തന്നെ 2 ആഴ്ചയിൽ ഒരിക്കലും യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ അതിന് താഴോട്ടുള്ള ആൾക്കാർ നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് അധികം ഡ്രൈനെസ് ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലും തന്നെ പീലിംഗ് സൊല്യൂഷൻസ് യൂസ് ചെയ്താൽ മതി. അണ്ടർ റൈറ്റിന്റെ പീലിംഗ് സൊല്യൂഷൻസ് നല്ല ഓപ്ഷനാണ്. മിനിമലിസ്റ്റിന്റെ ഓർഡിനറിയുടെ ഒക്കെ നല്ല ഓപ്ഷനാണ്. പക്ഷെ ഓർഡിനറി ഞാൻ ഏറ്റവും അവസാനം വരെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആണ് ഓർഡിനറി. ബാക്കി അണ്ടർ റൈറ്റ്, മിനിമലിസ്റ്റ്, ഡെർമക്കോ എന്നൊക്കെ വെച്ചാൽ ഇതിനൊക്കെ 25-30% സിറംസ് അവൈലബിൾ ആണ്. ഇതൊക്കെ ബിഗിനർ ഫ്രണ്ട്ലി അല്ല, പക്ഷേ നിങ്ങൾക്ക് വീക്കിലി വൺസ് ഒക്കെ യൂസ് ചെയ്യാൻ, 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ ഇത് ഫൈൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ എപ്പോഴും ഞാനൊരു വീഡിയോ കൊടുത്തേക്കാം കെമിക്കൽ പീൽ. ഈ വീഡിയോ കണ്ടിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എനിക്കറിയാം ഞാൻ ഇത്രയും സെറംസ് ഒക്കെ പറഞ്ഞതല്ലേ, ഇനി നിങ്ങൾക്ക് വരുന്നത് ഇത് എങ്ങനെ നമ്മുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാം എന്നുള്ളതാണ്. ആഡ് ചെയ്യാനായിട്ട് വളരെ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല, നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ മോർണിംഗിലാണെങ്കിൽ നിങ്ങളുടെ ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് ചെയ്യുക, നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ളത്. അതിനുശേഷം നിങ്ങൾ ഹൈലൂറോണിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതല്ല വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യും. ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് ഡ്രൈ ആക്കും, എന്നിട്ട് ഞാൻ വിറ്റാമിൻ സി അപ്ലൈ ചെയ്യും. എന്നിട്ട് ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ എൻ്റെ ടോണർ യൂസ് ചെയ്യും. അതിനുശേഷം ഞാൻ ഹൈലൂറോണിക് ആസിഡ് യൂസ് ചെയ്യും. ദെൻ നിങ്ങൾക്ക് മോയിസ്ചറൈസർ, സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് നിർത്താം. അതല്ല നിങ്ങൾക്ക് ഹൈലൂറോണിക് ആസിഡ് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് നയാസിനമൈഡ് സിറം അപ്ലൈ ചെയ്യാം. പ്രത്യേകിച്ചും ഡ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് ഹൈലൂറോണിക് ആസിഡ് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഡ്രൈ നോർമൽ സ്കിൻ ആണെങ്കിൽ, ഓയിലി ആക്നി പ്രോൺ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഹൈലൂറോണിക് ആസിഡ് സ്കിപ്പ് ചെയ്തിട്ട് അതിന് പകരം നയാസിനമൈഡ് സിറം ആഡ് ചെയ്യാം.
നൈറ്റിൽ ഡബിൾ ക്ലെൻസ് ചെയ്യുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു ഓയിൽ ബേസ്ഡ് ക്ലെൻസ്, നോർമൽ ഫേസ് വാഷും, ദെൻ നിങ്ങൾ വിറ്റാമിൻ സി യൂസ് ചെയ്യുന്ന ഡേ ആണെങ്കിൽ നിങ്ങൾക്ക് വിറ്റാമിൻ സി യൂസ് ചെയ്യാം. ദെൻ മോർണിംഗിൽ യൂസ് ചെയ്ത നയാസിനമൈഡ് സെറം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹൈലൂറോണിക് ആസിഡ് ഏതാണോ നിങ്ങൾ പ്രിഫർ ചെയ്ത് അത് എടുക്കുക. രണ്ടും കൂടി യൂസ് ചെയ്യാൻ ഞാൻ പറയാം, ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് മൾട്ടിപെപ്റ്റൈഡ്, നിങ്ങളുടെ പെപ്റ്റൈഡ്സിലെ അത് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ കിടക്കാം. റെറ്റിനോൾ യൂസ് ചെയ്യുന്ന ദിവസമാണെങ്കിൽ വിറ്റാമിൻ സിക്ക് പകരം നിങ്ങളുടെ റെറ്റിനോൾ യൂസ് ചെയ്യാം, ദെൻ പെപ്റ്റൈഡ്സ് അതിന്റെ അങ്ങനെ ചെയ്ത് കിടക്കാം. പിന്നെ നിങ്ങൾ എക്സ്ഫോളിയേഷൻ ചെയ്യുന്ന ദിവസമാണ് എന്നുണ്ടെങ്കിൽ ഈ റെറ്റിനോളും വിറ്റാമിൻ സി അവോയ്ഡ് ചെയ്യുക, ഫേസ് വാഷ് ചെയ്യുക. ഏത് എക്സ്ഫോളിയേഷൻ ആണോ നിങ്ങൾ ചെയ്യുന്നത് അത് ചെയ്യുക. വാഷ് ഔട്ട് ചെയ്ത് കളയുന്നതാണെങ്കിൽ വാഷ് ഔട്ട് ചെയ്യുക. പീൽസ് ഒക്കെ നമ്മൾ വാഷ് ഔട്ട് ചെയ്യും. അതുപോലെ നമ്മൾ ടോണേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഡ്രൈ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആക്കിയ ശേഷം, പീൽ ആയിക്കോട്ടെ എക്സ്ഫോളിയേറ്റിംഗ് ടോണേഴ്സും സെറംസും ആയിക്കോട്ടെ, എപ്പോഴും പീൽ സ്കിൻ ഡ്രൈ ആയിട്ട് വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യാം. ദെൻ നിങ്ങളുടെ പെപ്റ്റൈഡ്സ് നമുക്ക് യൂസ് ചെയ്താൽ കുഴപ്പമില്ല. പെപ്റ്റൈഡ്സ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, കിടന്നിറങ്ങാം. ഈ ഒരു ഫോമിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. എപ്പോഴും ശ്രദ്ധിക്കുക, റെറ്റിനോൾസ് നമ്മൾ വീക്ക്ലി 3 ടൈംസ് മാക്സിമം യൂസ് ചെയ്യാം. വിറ്റാമിൻ സി നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുപോലെ തന്നെ നയാസിനമൈഡും പെപ്റ്റൈഡ്സും നിങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ഞാൻ പീലിന്റെ സമയത്ത് പെപ്റ്റൈഡ്സ് പറഞ്ഞ് നയാസിനമൈഡ് പറയാൻ വിട്ടേ, സോറി. പെപ്റ്റൈഡ്സും നയാസിനമൈഡ്സും നമുക്ക് പീലിന്റെ ദിവസം യൂസ് ചെയ്യാം, ഇഷ്യൂസ് ഒന്നും ഇല്ല കേട്ടോ. സ്കിൻ കെയർ കഴിഞ്ഞു. ഇനി നിങ്ങൾ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട ചേഞ്ച്, നന്നായിട്ട് ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, ആന്റി ഓക്സിഡൻസ് അടങ്ങിയ ഫുഡ്സ് ഒക്കെ നന്നായിട്ട് സ്കിൻ കെയറിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ആപ്പിൾ ഇതിന്റെയൊക്കെ ജ്യൂസുകളില്ലേ, അത് നമ്മളെ കാട്ടുനെല്ലിക്കയുടെ ജ്യൂസ്, ഇതൊക്കെ നല്ല ഓപ്ഷൻസ് ആണ് നമുക്ക് സ്കിന്നിന് ആന്റിബോഡീസ് തരാനായിട്ട്, ആന്റി ഓക്സിഡൻസ് തരാനായിട്ട്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു, ഞാൻ ഇപ്പൊ സപ്ലിമെന്റ്സ് എടുക്കുന്ന ന്യൂട്രീഷന്റെ അണ്ടറിലാണ് എടുക്കുന്നത്, ഞാൻ എന്റെ ഡോക്ടറിന്റെ അണ്ടറിലാണ് സപ്ലിമെന്റ്സ് എടുക്കുന്നത്. നിങ്ങൾ സപ്ലിമെന്റ്സ് അങ്ങനെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആരുടെയെങ്കിലും അഡ്വൈസ് എടുത്തിട്ട് വേണം നമ്മൾ, ഞാൻ പറയും ഇൻഗ്രീഡിയൻ നമുക്ക് ഇൻടേക്ക് ആയിട്ടൊരു ക്യാപ്സ്യൂൾ എന്തെങ്കിലും എടുക്കുന്ന, ഒരു പ്രൊഫഷണൽ ആയിട്ടൊരു ഇത് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എനിക്ക് കുറച്ച് ആ ഒരു ഫീൽ ഇതുള്ളത് കൊണ്ട് ഞാൻ എടുക്കാറുണ്ട് വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ, പക്ഷെ ഞാൻ പറയാറില്ല ആരടുത്തും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സപ്ലിമെന്റ്സ് എടുക്കണമെങ്കിൽ ഡോക്ടറിന്റെ അടുത്ത് പോയി കണ്ടിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. സോ അത് ശ്രദ്ധിക്കുക. പിന്നെ 2 സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഹാബിറ്റ് കാരണം വരുന്ന ഫ്രോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഞാൻ ഒരിക്കലും ദേഷ്യം കാരണം വരുന്നതാണെങ്കിൽ അത് ഒഴിവാക്കുക. ചിരിച്ചിട്ടുണ്ടാവുന്നതാണെങ്കിൽ അത് നന്നായിട്ട് ഇരിക്കട്ടെ, അത് അവിടെ ഇരുന്നു. ചിരിച്ചോണ്ടുണ്ടാവുന്നില്ല, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ, അതൊന്നും ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമ്മുടെ ഹാബിറ്റ് കൊണ്ട് ഉണ്ടാവുന്ന ഫ്രോൺസും വയലൻസ് റിങ്കിൾസും ഒക്കെ ആണെങ്കിൽ അത് ഹാബിറ്റ് മാറ്റുമ്പം നമുക്ക് ശരിയാവും. അപ്പൊ ചിരിച്ചിട്ടുണ്ടാവുന്ന മാറ്റുണ്ടെന്നുള്ളത് പേഴ്സണൽ, എന്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ മാറ്റത്തില്ല. എനിക്ക് ഇഷ്ടമാണ് എന്റെ ആ ഫ്രോൺസ്, അതുകൊണ്ട് ഞാൻ ഒന്ന് കീപ്പ് അപ്പ് ചെയ്യാറാണ് പതിവ്. അതല്ല ദേഷ്യപ്പെടുകയാണെങ്കിൽ ദേഷ്യം കുറച്ച് കഴിഞ്ഞാൽ അത് മാറും. അപ്പൊ ദേഷ്യം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കുക, ഫൈനാൻസ് റിങ്കിൾസ് നമ്മൾ ഏജ് ആയി എന്നുള്ളതിന്റെ ഒരു ട്രോഫി തന്നെയാണ്. അതിപ്പോ മാറ്റണം എന്നൊന്നും ഞാൻ പറയത്തില്ല. കംപ്ലീറ്റ്ലി മാറ്റുന്നതിനോടൊന്നും ഞാനും വിശ്വസിക്കുന്ന ആളാണ്. അതൊക്കെ നമ്മൾ ജീവിച്ചിരുന്നു, നമ്മൾ ദേഷ്യപ്പെട്ടു, കരഞ്ഞു, ചിരിച്ചു, ഇതിന്റെയൊക്കെ ഇതാണത്. പക്ഷെ നമുക്കത് പ്രിമച്ചുർ ആയിട്ട് വരുന്ന അതിന് ഇന്റൻസിറ്റിയെ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതല്ലേ. അതിനു വേണ്ടിയാണ് ഞാൻ ഈ റൊട്ടീൻ പറഞ്ഞത്. അല്ലാണ്ട് ഏജ് ആവുന്നതിനോട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആള് തന്നെയാണ് കേട്ടോ ഞാൻ. അങ്ങനെ നിങ്ങൾക്ക് എന്താ ഏജ് ആവുന്നതുകൊണ്ട് ഇഷ്യൂ ഉണ്ടോ, അങ്ങനെയൊന്നുമില്ല. ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് പ്രിമച്ചുർ ആയിട്ട് വരുന്നത്, നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് വരുന്നത് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുന്ന കുറയ്ക്കും. നാച്ചുറൽ ആയിട്ട് വരുന്ന, അൺനാച്ചുറൽ ആയിട്ടാണല്ലോ ഈ സംഭവങ്ങളൊക്കെ വരുന്നത്, അത് നമുക്ക് കുറയ്ക്കാം. നാച്ചുറൽ ആയിട്ടുള്ള ഫൈനാൻസ് റിങ്കിൾസ് അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഫേസിൽ നിന്ന് ഫൈനാൻസ് റിങ്കിൾസ് എങ്ങനെ മാറ്റാന്നുള്ളതിനെ പറ്റിയിട്ടായിരുന്നു. അതായത് ബേസിക്കലി ആന്റി ഏജിങ് വീഡിയോ ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട. ഇനി എന്തെങ്കിലും ഡൗട്ട് കമന്റ് ബോക്സിൽ ചോദിച്ചാൽ നമുക്ക് നെക്സ്റ്റ് Q&A അല്ലെങ്കിൽ ഷോർട്സിലോ ലോങ്സിലോ ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സൺഡേസിലും വരുന്നത് ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്.